ഹായ് ഗൈസ്, നമ്മൾ കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്ഡേറ്റ് എന്തോന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് കളയലും. എല്ലാവരും മാക്സിമം വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഗെയിമിലേക്ക് ഒരു റേസിംഗ് മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സ്പോർട്സ് കാറെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി നോക്കാം. നമുക്ക് എന്നാലും ആദ്യത്തെ സ്പോർട്സ് കാറിൻ്റെ ചീറ്റ് കോഡൊന്ന് നോക്കാം. 4321 അടിച്ചാൽ നമുക്കൊരു സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പുതിയൊരു സ്പോർട്സ് കാർ എന്ന് വെച്ചാൽ. ഇതേപോലെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. 23 നമ്മുടെ ഈ സ്പോർട്സ് കാറിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ. നല്ല അടിപൊളി കാർ തന്നെയാണ് ഗൈസ്. ഒരു കിടിലം ഒരു കാർ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ചീറ്റ് കോഡിലേക്ക് പോകാം. അടുത്ത കാറെന്ന് വെച്ചാൽ 4322 അടിച്ച് അതേപോലെ ഒരു ബ്ലാക്കും റെഡും മോഡലൊരു റേസിംഗ് കാർ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ നമ്പരെന്ന് വെച്ചാൽ 1 കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മുടെ ഗെയിമിലേക്ക് 4322 അടിച്ചാൽ നമ്മുടെ ഗെയിമിലേക്കൊരു വാനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരു ബ്ലൂവും പച്ചയും കളറൊരു വാൻ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒന്നും കളറൊന്നും മാറ്റാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എടുത്താൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വന്ന വണ്ടികളിൽ ഇങ്ങനെയായിരിക്കും ഗൈസ് കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തെ സ്പോർട്സ് കാറിൽ 4325 അടിച്ച ഒരു കാറും കിട്ടില്ലായിരിക്കും ഗൈസ്. ഞാൻ ഒരു ചീറ്റ് കോഡ് മറന്നുപോയി. 4323 അടിച്ചാൽ ഇതേപോലെ ഒരു കാർ കിട്ടുന്നതായിരിക്കും. നമ്പർ എന്ന് വെച്ചാൽ 9. ഒരു പച്ചയും ബ്ലാക്കും ഒരു റെഡ് കളറിലാണ് നമുക്ക് ഈ ഒരു കാർ കിട്ടിയേക്കുന്നത്. ഒരു ചപ്പിയ കാറാണ്. ചപ്പിയ കാർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്പീഡുണ്ട് ഗൈസ്. അങ്ങനെയൊന്നുമില്ല, നല്ലൊരു കാർ തന്നെയാണിത്. അപ്പോൾ ഗൈസ്, നമുക്കിനി ആ റേസിങ് എങ്ങനെയാണെന്ന് നമുക്കിനി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർ നമുക്കെടുക്കാം. നമുക്കെന്തായാലും വേണ്ടേ ഈ 1 നമ്പറുള്ള കാർ എടുക്കാം. ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നിങ്ങൾ പോയി കാർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുക്കാം. ഡിഫൻഡറോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കാറിലൊന്ന് ഓടിച്ച് നോക്കാൻ നേരത്തെ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ആ കാറിൻ്റെ ആ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റേസിംഗ് മോഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി കാറുകളൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം ഗൈസ്. എന്തായാലും ബാക്കി വണ്ടികളൊക്കെ സ്റ്റാർട്ടാവട്ടെ. ഇത് ഭയങ്കര സ്പീഡാണ് ഗൈസ്. നമ്മുടെ ഇങ്ങനത്തെ ആ വണ്ടി പണ്ടത്തെ NBCCൻ്റെ വണ്ടിയാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. ഇതാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ്. റേസിങ്ങിനുള്ളതല്ലേ, ഭയങ്കര സ്പീഡാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവിടെ അവന്മാരൊക്കെ ഭയങ്കര സ്പീഡാണ്. കത്തിച്ച് വിടണം വേണ്ട. നമ്മളെന്തായാലും ജയിച്ചിരിക്കും ഗൈസ്. പിന്നെ അല്ല, നമുക്കെന്തായാലും സ്പീഡിന് പോകാം. എന്തോ മുമ്പേ ഒരു F1 കാർ കയറി പോകുന്നുണ്ട്. F1 കാർ എന്താണ്, നമ്മളതിൽ നിന്ന് സ്പീഡിൽ പോകും ഗൈസ്. നോക്കുക, ഇത്രയുള്ള F1 കാർ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കത്തിച്ച് വിടാം. പിന്നെ ഇവിടെ ഒന്ന് ചാടിക്കാനുണ്ട്. വേണമെങ്കിൽ ചാടിച്ചാൽ മതി ഗൈസ്. ഇവിടെ ചാടിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയി വീഴുന്നതായിരിക്കും. മറ്റവന്മാരും കൂടി വന്ന് ഇവിടെ ചാടിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ. ഒരു F1 കാറും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ചാടിക്കണം. അപ്പോൾ നമ്മൾ ചാടിക്കുമ്പോൾ ഞാൻ പോകുന്ന അതേ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കണം. എങ്കിലും നിങ്ങൾക്ക് ഫിനിഷിങ് ലൈനും കാര്യങ്ങളൊക്കെ ഏതാണ് സ്ഥലമെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യമായിട്ടിത് അപ്ഡേറ്റ് വന്ന് കയറി നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മറ്റേ എൻ്റെ കൂടെ റേസിങ്ങിനുള്ളവന്മാർ പോണ വഴി കൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഫിനിഷിങ് ലൈൻ എവിടെയാണെന്ന്. അതിന് ശേഷം എനിക്ക് നല്ലോണം മനസ്സിലായി. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. മറ്റവന്മാരെൻ്റെ പിറകെ കത്തിച്ച് വിടുന്നുണ്ട്. എന്തായാലും ഞാനേ ജയിച്ചോളൂ ഗൈസ്. പിന്നെ എല്ലാം നമുക്കെന്തായാലും ഇതുകൊണ്ട് ഫ്രണ്ടിൽ ഒരു ചാടിക്കാനുള്ള ഇതുണ്ട്. നമുക്കെന്തായാലും പോയി സ്പീഡിന് കൊണ്ട് ഒരു ഒറ്റ ചാടക്കം ചാടിക്കാം. നമ്മൾ നല്ലതായിട്ട് പോകുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ മിക്ക വഴികളും അടച്ചിട്ടിട്ടുണ്ട്. ഈ റേസിങ്ങിൻ്റെ വഴി മാത്രമാണ് തുറന്നിട്ടേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ശേഷം നമുക്ക് റൈറ്റിലേക്കൊരു വഴിയുണ്ട്.
ആ വഴിയിൽ കൂടെ കയറിയതിന് ശേഷം വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് എടുക്കണം. അപ്പോൾ ദാണ്ടേ നമ്മുടെ ഫിനിഷിംഗ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഇതൊരു ലൂപ്പാണ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടാലും അവന്മാർ വണ്ടിയും കൊണ്ട് വീണ്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഫിനിഷിംഗ് ലൈനിൽ എത്തിക്കൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവന്മാർ വന്നതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പോകുന്നതായിരിക്കും. അവർ നിർത്തുകയൊന്നുമില്ല. മിഷൻ പോലെയൊന്നുമല്ല ഗൈസ്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ അങ്ങനെ വല്ലതും വരുമായിരിക്കും ഗൈസ്. ഇപ്പോൾ പുതിയ റേറ്റ് വന്നേലേ അവന്മാർ സ്പീഡിന് വന്നതിന് ശേഷം ഇവിടെ നിർത്തുകയൊന്നുമില്ല. അതേ കണക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ലൂപ്പ് പോലെയാണ് ഗൈസ്. അവന്മാരെന്തായാലും വരുതോ പറയേണ്ട താമസം എന്തോ അവന്മാർ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവന്മാരിവിടെ ഒന്നും നിർത്തൂല. അതേ കണക്ക് തന്നെ വീണ്ടും ഇതേ കണക്ക് റിപ്പീറ്റ് അടിച്ച് ചുറ്റിനും കിടന്ന് കറങ്ങുന്നതാണ് അവന്മാർ ജോലി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ. നമ്മുടെ ഗെയിമിലേക്ക് ഒരു ന്യൂ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇതേവരെയായിട്ട് എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.